ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഗോവിന്ദൻ നന്ദുവിനോട് പറയുന്നുണ്ട്, മോക്ക് എന്തായാലും വക്കീലാകാനായിരുന്നല്ലോ ഇഷ്ടം, അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഈ കേസ് വന്നപ്പോൾ മോള് വാദിച്ച് ജയിച്ചത്. ഇനിയും മോള് വക്കീലായാൽ മതിയായിരുന്നു, പോലീസായി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ള കേസിനൊക്കെ മാത്രമേ സമയം കാണുകയുള്ളെന്ന്. അന്നേരം നയന പറയും, എന്തായാലും മോള് ജയിലിൽ പോകുന്നത് കാണാനായിട്ട് അവിടെ കുറേ പേര് ഇരിപ്പുണ്ടായിരുന്നു, അവർക്കൊക്കെ സങ്കടമായി കാണുമെന്ന് പറയും. ആദർശേട്ടനെ കാര്യങ്ങളെല്ലാം ഒന്ന് വിളിച്ച് പറഞ്ഞു തരണം, അല്ലെങ്കിൽ ഇത് നമ്മളെല്ലാം കൂടെ ഒത്തുകൂടുകയും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ ആദർശേട്ടൻ ചിലപ്പം പരിഭവിക്കുമായിരിക്കും എന്ന് പറയുന്ന ഉടനെ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും വിഷു ഒക്കെ വരുമല്ലേ, നിങ്ങൾ ഭർത്താക്കന്മാരെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരും, നമുക്കിവിടെ ആഘോഷിക്കാമെന്ന്. അത് കേൾക്കുമ്പോഴത്തേനും നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടൻ നയനെ വിളിച്ചാൽ വരുമായിരിക്കും, പക്ഷേ അഭി അങ്ങനെയൊന്നുമല്ല, അഭിക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല, എൻ്റെ കുടുംബത്തോട് സ്നേഹമില്ല, അവൻ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നിടത്ത് മാത്രമേ അവൻ വന്ന് നിൽക്കാറുള്ളൂ, പ്രയോജനമില്ലാത്തടത്തോട്ടൊന്നും അവൻ വരത്തേയില്ല, അതുകൊണ്ട് ആഘോഷത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട എന്ന് പറയും. അന്നേരത്തേന് ഇവർക്ക് എല്ലാവർക്കും അങ്ങ് സങ്കടം വരുന്നൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് അനാമികയുടെ വീടാണ്. വേണു കാറ് കൊണ്ട് നിർത്തുമ്പോഴേ അനാമികയും രേവതിയും ഓടി വരുന്നുണ്ട്, എന്തായി, അവൾ ജയിലിൽ പോയോ എന്നൊക്കെ ചോദിക്കും. അപ്പം വേണു പറയും, അത് പിന്നെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല, കാരണം അവൾക്കെതിരെയായിരുന്നു എല്ലാ തെളിവുകളും നമ്മൾ ഒപ്പിച്ച് വെച്ചിരുന്നത്, പക്ഷേ ഉണ്ടല്ലോ അവിടെ ഒരു CCTV ഉണ്ടായിരുന്നു, ആ CCTVയിൽ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം പതിഞ്ഞിരുന്നു, അതെല്ലാം ആരോ കൊണ്ടുവന്ന് ജഡ്ജിയെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ജഡ്ജിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, അതുകൊണ്ട് അവൾ നിരപരാധിയാണെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടെന്ന്. അത് കേൾക്കുമ്പോഴേ രേവതിക്കും അനാമികയ്ക്കും അങ്ങ് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ എങ്ങനെ അവളുമാരുടെ മുഖത്ത് നോക്കും, അവളുമാരിനി എന്നെ കാണുമ്പോൾ ചിരിക്കില്ലേ എന്നൊക്കെയാണ് അനാമികയുടെ പരിഭവം. മോൾ അതൊന്നും മൈൻഡണ്ട, പിന്നെ അനിയുടെ ചിരിയും കൂടെ കാണണമല്ലോ എനിക്ക് എന്ന് അനാമിക പറയുന്നുണ്ട്. അവനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നെ കുത്തി പറയുകയും ചെയ്യുമെന്ന് പറയും. നീ അതൊന്നും ശ്രദ്ധിക്കാനേ പോകണ്ട, പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ വാദി പ്രതിയായ പോലായി, നമ്മൾ ഏർപ്പാട് ചെയ്തവർ ഇനിയിപ്പോൾ അവരെ രക്ഷിച്ചെടുക്കണമെന്ന് പറയും. അപ്പോൾ അവരെ രക്ഷിച്ചില്ലെങ്കിൽ അവർ നമുക്കെതിരെ തിരിയില്ലേ, അതുകൊണ്ട് നമ്മളാ ശരിക്കും പെട്ടതെന്നും പറയുന്നുണ്ട്. പിന്നെ ആകെ ഒരു ആശ്വാസം, അവൾ ഇന്ന് ട്രെയിനിങ്ങിന് പോയില്ല എന്നുള്ളതേ ഉള്ളൂ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനി അടുത്ത ട്രെയിനിങ്ങിന് അവൾ പോകും, അതുവരെ നമുക്ക് സമയമുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അതിനിടയിൽ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ അച്ചാന്ന്. എന്തായാലും ഞാൻ നോക്കട്ടെ, ഇതിൽ നിന്ന് എങ്ങനെയും ഒന്ന് ഊരി നോക്കണം, അത് കഴിഞ്ഞിട്ട് വേണം അടുത്തതെന്ന് പറയും. പിന്നെ രേവതിയോട് പറയുന്നുണ്ട്, നീ ഇനി വൈകിട്ട് ആര് ബെല്ലടിച്ചാലും കഥകൊന്നും തുറക്കണ്ട കേട്ടോ, നേരത്തെ ആ നന്ദുവും അവിടെ ഫ്രണ്ട്സോട് വന്ന് നമ്മളെ എടുത്തിട്ട് അടിച്ചതാണ്, അതുകൊണ്ട് ഇനിയും ചിലപ്പം ഈ കാര്യം പറഞ്ഞ് ഇവൾമാർ വരാൻ സാധ്യതയുണ്ട്, നമ്മളാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യം അവൾക്കും അവളുടെ ചേച്ചിമാർക്കും മനസ്സിലായിട്ടുള്ളതാണ്, അതുകൊണ്ട് നന്ദുവും അവിടെ കൂട്ടുകാരും മിക്കവാറും നമ്മളെ തിരക്കി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കണമെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് രേവതിക്കൊന്ന് പേടിയാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിൽ ജാനകിയും ജലജയും ദേവയാനി എല്ലാം കൊണ്ടിരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പം ജാനകി പറയുന്നുണ്ട്, എന്തായാലും ഈ പ്രാവശ്യം അവൾ പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്, അവൾക്കെതിരെ അതുപോലെ ശക്തമായ തെളിവുകളൊക്കെ ഉള്ളതാണ്, അവളുടെ SI മോഹം എന്നാണ് നടക്കത്തേ ഇല്ല, അവളിനി പെരയ്ക്കാതിരുന്നോളൂ എന്നൊക്കെ ഉള്ള പരുവത്തിൽ സംസാരിക്കുമ്പോഴത്തേന് ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല ആ കുട്ടി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്, ആ കുട്ടിയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്നായി എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോഴത്തേന് ജലജ പറയും, ഏട്ടത്തി എന്നെ ഇപ്പം കൂടുതലും അവളുടെ ഭാഗത്തേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കും. എനിക്കങ്ങനെ ആരോടും പ്രത്യേക ചായ്വൊന്നും ഇല്ല എന്ന് പറയും. പിന്നെ ചേട്ടത്തി ഇപ്പം സ്വഭാവമൊക്കെ ഇച്ചിരി മാറ്റിയത് കാരണമല്ലേ ഏട്ടത്തിയുടെ മരുമകളിപ്പം പടർന്നങ്ങ് പന്തലിച്ചിരിക്കുന്നത്, ഓഫീസിലേക്കും വിട്ടു, ഇപ്പോൾ അവളെ പിടിച്ചാൽ കിട്ടത്തില്ലാത്ത പരുവത്തിലായില്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്കെന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയും. അപ്പം ജാനകി പറയും, എനിക്ക് കുറേ നേർച്ചകളൊക്കെ ഉണ്ട്, അവൾ ജയിലിൽ പോകാൻ വേണ്ടിയും എൻ്റെ അനാമിക മോൾക്ക് സന്തോഷം വരാനുമായിട്ടും ഒക്കെ ആയിട്ട് ഞാൻ കുറേ നേർച്ചകൾ നേർന്നിരുന്നു, അതൊക്കെ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോയി ചെയ്യണമെന്ന് പറയും. അപ്പോഴത്തേന് ജലജ പറയുന്നുണ്ട്, ഞാനും വരാം, എനിക്കും കുറേ നേർച്ചയൊക്കെ ചെയ്യാനുണ്ടെന്ന്. ഏട്ടത്തി വരുന്നുണ്ടോയെന്ന് ചോദിക്കും. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാനും വരാം, എനിക്ക് കുറച്ച് നേർച്ചകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട്, എൻ്റെ നന്ദുമോള് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരാൻ വേണ്ടിയും അവൾക്ക് ആപത്തൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയൊക്കെ ഞാൻ പറഞ്ഞ നേർച്ചയായി, എൻ്റെ നേർച്ചയത്ര ഒന്നും വരത്തില്ല, എന്തായാലും നിൻ്റെയൊക്കെ നേർച്ചയെന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട്. ആ സമയത്താണ് നയനയും നവിയും അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ
ജലജ പറയും, വരുന്നുണ്ട്, കോടതി പോയ അവളുമാർ വരുന്നുണ്ട്, എന്തായി റിസൾട്ട് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ അറിയാമെന്ന്. അകത്തേക്ക് വരുന്ന നയന നവിയോട് പറയുന്നുണ്ട്, എന്തായി റിസൾട്ട് എന്നറിയാനായിട്ട് കാത്തിരിക്കുക കുറേ എണ്ണം, നമുക്ക് അവരെ ഒന്ന് സന്തോഷിപ്പിച്ചാലോ എന്ന്. ശരിയെന്ന് പറഞ്ഞ് ഇവരകത്ത് വന്നപ്പോഴത്തേന് ജലജ ചോദിക്കുന്നുണ്ട്, എന്തായി കേസൊക്കെ, നിൻ്റെ അനിയത്തി എങ്ങനെ രക്ഷപ്പെട്ടോ എന്നൊക്കെ ചോദിക്കാൻ പറയും. കേസ് തോറ്റു, അവളെ പോലീസ് റിമാൻഡ് ചെയ്തു എന്നൊക്കെ പറയും. ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടുപേർക്കും ചിരി വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ പക്ഷേ ദേവയാനിക്ക് സങ്കടം വരുന്നുണ്ട്. അത് നയന നോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഉടനെ ജലജ പറയും, നിൻ്റെ അനിയത്തിക്കെതിരെ അല്ലായിരുന്നു എല്ലാ കേസും, കാരണം അവളെ റോഡേ പോയവരെ വെറുതെ ഇട്ട് തല്ലുകയല്ലായിരുന്നോ, അവൾക്ക് അന്നേരം എല്ലാ തെളിവുകളും കിട്ടിയ കാരണം സാക്ഷി മൊഴി ഉണ്ടായിരുന്നു, അവൾ അകത്ത് പോവുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നടി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേന് നയന പറയും, പിന്നെ ഒരു കാര്യമുണ്ട്, അന്ന് അവിടെ നടന്ന സംഭവത്തിനെല്ലാം CCTV ദൃശ്യങ്ങളിൽ വന്നിട്ടുണ്ട്, അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയത് കാരണം അത് കോടതി സമർപ്പിക്കാൻ പറ്റി, അത് നിങ്ങളൊന്ന് കാണുമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ജലജയും ജാനകിയും കൂടെ. ഇവർ രണ്ടുപേരും ഇത് കണ്ടു കഴിയുമ്പം മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പം ദേവയാനിയും കൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പം ദേവയാനി ഒന്നും മിണ്ടുന്നൊന്നുമില്ല. ദേവയാനിയാണല്ലോ ഇതെല്ലാം കൊണ്ട് കൊടുത്തത്. എല്ലാവരും തെളിവൊക്കെ കണ്ടല്ലോ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലായെന്ന് ചോദിക്കും. ഞങ്ങളുടെ അനിയത്തി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് കോടതിക്കും വ്യക്തമായി, അത് കാരണം അവളെ അവർ വെറുതെ വിടുകയും ചെയ്തെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും ജലജയ്ക്കും ജാനകിക്കും അങ്ങ് അടി കിട്ടിയ പോലെ ആയിപ്പോവും. പക്ഷേ ദേവയാനിക്ക് സന്തോഷമാകുന്നുണ്ട്. സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് നയന കാണുന്നുമുണ്ട്. അപ്പോൾ നവിയ പറയും, പിന്നെ ഒരു കാര്യം, മാരാർ വക്കീലെന്ന് പറഞ്ഞ വലിയൊരു വക്കീലാണ് എൻ്റെ അനിയത്തിക്ക് വേണ്ടി വന്ന് വാദിക്കാൻ നിന്നത്. പക്ഷേ അദ്ദേഹം അവിടെ കാഴ്ചക്കാരനായിട്ട് ഇരുന്നത് മാത്രമേ ഉള്ളൂ. അവളുടെ കേസ് വാദിച്ചതേ അവൾ തന്നെയാന്ന് പറയും. അവൾക്ക് നിയമവശങ്ങളെല്ലാം നന്നായി അറിയാമായിരുന്നു. നാളെ SI ആയിട്ട് വരേണ്ടവളാ, അത് കാരണം അവൾ നന്നായിട്ട് അവളുടെ കേസ് വാദിച്ച് ഈസി ആയിട്ട് ഊരി പോവുകയും ചെയ്തെന്ന് പറയുമ്പോഴത്തേന് രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനി സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നയനയെ ആദർശ് വിളിക്കുന്നുണ്ട്. ആദർശേട്ടനാന്ന് പറഞ്ഞ് നയന ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടാ ഒരു കുഴപ്പവും ഇല്ല, അവൾ രക്ഷപ്പെട്ടു, അവളെ വെറുതെ വിട്ടെന്ന് പറയും. ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേന് പറയും, ഞാൻ അങ്ങോട്ട് ഓഫീസിലോട്ട് വരുന്നുണ്ട്, എല്ലാ കാര്യവും വിശദമായിട്ട് പറയാൻ കേട്ടോ എന്ന് പറയും. എന്നാൽ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ആദർശ് ഫോൺ വെക്കുന്നുണ്ട്. അന്നേരം ദേവയാനി പറയും, എനിക്കൊന്ന് പുറത്ത് വരെ പോകണമെന്ന്. അപ്പോൾ നയന പറയും, അമ്മ ഓഫീസിൻ്റെ മുമ്പിൽ കൂടെ പോകുന്നെങ്കിൽ എന്നെ ഓഫീസിലോട്ടൊന്ന് ഇറക്കിയേക്കാമെന്ന് ചോദിക്കും. അതിനെന്താ വന്ന് കയറിക്കോളാൻ പറയും വണ്ടിയിൽ. അന്നേരം നയന പിന്നെ ഒരുങ്ങാനായിട്ട് പോകുന്നുണ്ട്. നയനയും ദേവയാനിയും പോയി കഴിയുമ്പോഴത്തേന് നവ്യ ജലജയോടും ജാനകിയോടും പറയുന്നുണ്ട്, അനാമികയുടെ അച്ഛൻ അവിടെ വന്നിരുന്നു, എൻ്റെ അനിയത്തിയെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാണാൻ വേണ്ടി വന്നതാണ്, പക്ഷേ അയാൾക്കൊന്നും കാണാൻ പറ്റിയില്ല. ഇനിയുള്ളത് അയാളുടെ ഊഴവ, അയാളും അയാളുടെ മകളും ഒക്കെ ഇനി നക്ഷത്ര വീണ് നോക്കിക്കോ, എൻ്റെ അനിയത്തി ഇനി SI ആയിട്ട് വരുമ്പോഴേ എന്ന് പറയുമ്പോഴത്തേന് ജാനകി ചോദിക്കും, അതിന് അനാമിക മോളുടെ അച്ഛനും അവരെന്ത് ചെയ്തെന്നാന്ന് ചോദിക്കും. എന്ത് ചെയ്തെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, അത് കാരണം ഇനിയിപ്പം ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട, അവൾ SI ആയിട്ട് തന്നെ വരും കേട്ടോ എന്ന് പറയും. അന്നേരം നവി അങ്ങ് കയറിപ്പോയി കഴിയുമ്പോഴത്തേന് ജലജ ചോദിക്കുന്നുണ്ട്, ഇനി അമ്പലത്തിൽ പോകേണ്ട വല്ല ആവശ്യമുണ്ടോയെന്ന്. ജാനകിയും പറയും, വേണ്ട, വെറുതെ കലികാലമല്ലേ, ദുഷ്ടന്മാരെയാണ് ദൈവം കാക്കുന്നതൊക്കെ, അതുകൊണ്ട് നമ്മളിനി പോയി നേർച്ചയൊന്നും നടത്തേണ്ട ആവശ്യമില്ലെന്ന്. അപ്പം ജലജയും പറയും, ശരിയാ, ഇനി കുടുംബക്ഷേത്രത്തിൽ പോയിട്ടൊന്നും ഒരു കാര്യവും ഇല്ലെന്ന്. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു തൻ്റെ കൂട്ടുകാരോട് അന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അനാമികയുടെ അച്ഛൻ വന്നിരുന്നു, അയാൾ എന്നെ ജയിലിലാക്കുന്നത് കാണാൻ വേണ്ടിയാണ് വന്നത്, പക്ഷെ അയാൾക്കിട്ടൊരു നല്ല പണി കൊടുക്കണമല്ലോ എന്ന് പറയും. നമ്മളൊന്നും അതിൽ ചാടി ചെന്ന് അയാളെ എടുത്തിട്ട് അടിച്ചിട്ട് വന്നതാണ്, പക്ഷേ അയാൾ അതുകൊണ്ടും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അയാളെ ഈ പ്രാവശ്യം നമ്മൾ മതിൽ ചാടി തന്നെ ചെന്ന് അയാളുടെ ഭാര്യയും തല്ലണമെന്ന് പറയും. ആ മകൾ അവിടെ ഉണ്ടെങ്കിൽ മകൾക്കട്ടും കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം മകൾ ചിലപ്പം അനന്തപുരിയിലായിരിക്കുമല്ലോ, അവിടെ കയറി അവൾക്ക് തല്ലുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് വൈകിട്ട് തന്നെ അവരുടെ മതിൽ ചാടിയിരിക്കുമെന്ന് നന്ദു കൂട്ടുകാരോട് പറയുന്നുണ്ട്. കൂട്ടുകാരും ആ കാര്യം സമ്മതിക്കുന്നു. ദേവയാനിയുടെ കൂടെയാണ് നയന ഓഫീസിലേക്ക് പോകുന്നത്. ദേവയാനി നയനയെ നോക്കിയിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നയന പറയും, നന്ദു ഒരു തെറ്റും ചെയ്യുകയില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പില്ലായിരുന്നോ എന്ന് ചോദിക്കും. എനിക്കതൊന്നും അറിയത്തില്ല, നിൻ്റെ അനിയത്തിയുടെ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എന്ന് പറയും. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ, അതുകൊണ്ടല്ലേ അവൾക്ക് ദൈവം അനുഗ്രഹിച്ച് തിരിച്ച് പോലീസിലേക്കൊക്കെ പോകാൻ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് നയന.
അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിലിരിക്കുകയാണ് ദേവയാനി. നയനെ ഓഫീസിൻ്റെ മുമ്പിൽ ഇറക്കി വിടുന്നുണ്ട് ദേവയാനി. എന്നിട്ട് വണ്ടി വിടുന്നതിന് മുമ്പ് ഇങ്ങനെ നയനയ്ക്കിട്ട് നോക്കി സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. നയനെ ഉടനെ തിരിഞ്ഞു നോക്കുന്ന ഉടനെ ദേവയാനി പറയും, ആ വണ്ടി വിടെന്ന് പറഞ്ഞ് പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോകും. അപ്പം നയനെ അവിടെ നിന്ന് ഓർക്കുന്നുണ്ട്, അമ്മ ആരെ കാണാൻ പോകുമായിരിക്കും, എന്തിനു പോകുമായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് പുറകെ ഒരു ഓട്ടോയെ ഫോളോ ചെയ്ത് പോവുകയാണ്. അപ്പം ദേവയാനി ചെല്ലുന്നത് മാരാര് വക്കീലിനെ കാണാനാണ്. സന്തോഷത്തോടെയാണ് ഇറങ്ങി ചെല്ലുന്നത്. അപ്പം വക്കീൽ പറയും, സന്തോഷ വർത്താനമൊക്കെ അറിഞ്ഞായിരുന്നല്ലോ അല്ലേ എന്ന് ചോദിക്കും. അറിഞ്ഞായിരുന്നു, നയനെ വീട്ടിൽ വന്നിരുന്നു പറഞ്ഞായിരുന്നൊക്കെ പറയും. സ്റ്റേഷനിൽ ചെന്നപ്പോഴേ എനിക്ക് മനസ്സിലായായിരുന്നു നന്ദു ഒരു തീപ്പൊരിയാണെന്ന്. അവൾ നല്ല മിടുക്കി കുട്ടിയായിരുന്നു, അത് കാരണമാണ് അവളോട് തന്നെ കേസ് വാദിച്ചോളാൻ ഞാൻ പറഞ്ഞതെന്നും മാരാര് വക്കീൽ പറയുന്നുണ്ട്. അപ്പം ദേവയാനിക്ക് അതൊക്കെ കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. ദേവയാനി ഉടനെ പറയും, ശരിയാണ്, നന്ദു നല്ല മിടുക്കിയാണ്, അതുകൊണ്ട് തന്നെയാണ് അവൾ SI ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും നിയമത്തിനൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ നിയമക്കുരുക്കിലൊന്നും പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ നോക്കണ്ടെന്നൊക്കെ പറയും. എന്നാലും ദേവയാനി, നീ മരുമോളെ ഇതുപോലെ സ്നേഹിക്കുകയും എന്നാൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് തന്നെ അത്ഭുതമാണെന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് കുറച്ച് നാളോടൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കണമെങ്കിലേ, പക്ഷേ എനിക്ക് എൻ്റെ മരുമോളെയും അവളുടെ സഹോദരങ്ങളെയൊക്കെ എനിക്കിപ്പോൾ ഒരുപാട് ഇഷ്ടമാണെന്ന് ദേവയാനി പറയും. നല്ല പെൺകുട്ടികളാണ് അവർ, നിൻ്റെ വീട്ടിൽ വന്ന് കയറാൻ അർഹതയുള്ളവർ തന്നെയാണ് നിനക്ക് മരുമക്കളായിട്ടൊക്കെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നീ അവളെ നന്നായിട്ട് സ്നേഹിച്ചോളാനൊക്കെ പറഞ്ഞിങ്ങനെ ദേവയാനിയോട് സംസാരിച്ച് നിൽക്കുകയാണ് മാരാര് വക്കീൽ. അപ്പോൾ ദേവയാനിയെ ഫോളോ ചെയ്ത് വന്ന നയന ഓട്ടോയിൽ നിന്ന് കാണുന്നുണ്ട് മാരാര് വക്കീലും ദേവയാനിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോഴത്തേന് നയനയ്ക്ക് സത്യമൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. നന്ദുവിന് വേണ്ടി മാരാര് വക്കീലിനെ ആരാണ് ഏർപ്പാട് ചെയ്തതെന്ന് നയനയ്ക്കും നവ്യയ്ക്കും ഒക്കെ സംശയം ഉണ്ടായിരുന്നല്ലോ. അത് ദേവയാനി ആയിരുന്നെന്നുള്ള കാര്യം നയനയ്ക്ക് മനസ്സിലാകുകയാണ്. അപ്പം നയനയ്ക്ക് മനസ്സിലായി ദേവയാനിക്ക് നയനയോട് ഒരുപാട് സ്നേഹമുണ്ടെന്നും നയനയുടെ കുടുംബത്തെ ആ കൂട്ടത്തിൽ തന്നെ കരുതലോടെ നോക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട് നയനയ്ക്ക്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. എന്നാലല്ലേ എനിക്ക് എന്നും വീഡിയോ ഒക്കെ ഇടാൻ തോന്നത്തുള്ളൂ. അങ്ങനെ ദേവയാനിയാണ് നന്ദുവിനെ രക്ഷിക്കാനായിട്ട് മുന്നിട്ട് നിന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നയന ഇവരുടെ സംഭാഷണം കണ്ടുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.